നമസ്കാരം. ഇവിടം ചെരുപ്പ് ഫ്രണ്ടിലോട്ട് പോവല്ലേ. അഖിലബലദായകം ശ്രീനായകം അനന്ത പത്മനാഭം ആശ്രയേ അനനയദേശിക നവരസ പൂരിത ഗാന കലാമൃത ദായകം സദതം പത്മനാഭം ആശ്രയേ ഹരിമളമൃഗമത തിലകം ഭാസുരം ഹരികേശവിഹിതം ആനന്ദരൂപം ആനന്ദ പത്മനാഭം ആശ്രയേ ഹരിമധ്യാന്തരഹിതം അഖിലബലദായകം ശ്രീനായകം ആനന്ദ പത്മനാഭം ആശ്രയേ. സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ പ്രതിമ എത്രയും വലിയ ചിഹ്നങ്ങളൊക്കെ സ്ഥാപിക്കപ്പെട്ടിട്ട് സാമൂഹിക നന്മയ്ക്ക് വേണ്ടിയുള്ള ചിഹ്നങ്ങൾ സ്ഥാപിച്ച് ഒരു സമൂഹ സേവകൻ എന്ന് പറയുന്ന മുദ്ര കൂടി ആ മഹാരാജാവിന് ഉണ്ടായിരുന്നു. അതൊന്നും ആ ശൃംഖലയൊക്കെ ശക്തമായി നിലനിൽക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ലൈബ്രറി, പുസ്തക അല്ലെങ്കിൽ അക്ഷര വായനശാല എന്ന് പറയുന്നത് 1829 സ്ഥാപിതമാവുകയും
അതിനുശേഷം 34 അതിൽ പെരുമാറ്റത്തിൽ ഗണ്യമായ മാറ്റം വരുത്തുകയും ഏതാണ്ട് 1889 അത് പൊതുജന വായനാ സൗഖ്യത്തിലേക്ക് എത്തിക്കുന്നതുമായ പ്രവർത്തനങ്ങളുടെ ഒരു വലിയ പരമ്പരയാണ്. അത് സാമൂഹികമായ ജീവിത അന്തരീക്ഷം അതിൻ്റെ അംഗീകാരം കൂടി തുടക്കം കുറിക്കുന്ന എപ്പിസോഡുകളാണ് ഈ ഒരു സ്ഥാപനത്തിലൂടെ, ലൈബ്രറി പ്രസ്ഥാനത്തിലൂടെ അദ്ദേഹത്തിന് ഒരു വലിയ കാഴ്ചപ്പാടോട് തുടങ്ങി വയ്ക്കുവാൻ സാധിച്ചതെങ്കിൽ PN പണിക്കർ എന്ന് പറയുന്ന നമ്മുടെ നടപ്പ് തലമുറയിലെയും ഇനി അങ്ങോട്ടുള്ള തലമുറകൾക്കുമെല്ലാം വായനയെന്ന് പറയുന്നത് ഒരു വലിയ ശൃംഖലയാക്കി വളർത്തിയെടുത്തതിനകത്ത് ഒരുപക്ഷെ ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ തന്നെ പിതാവെന്ന് അലങ്കരിക്കപ്പെടുന്നു സ്വർഗീയനായ PN പണിക്കരെയും ഞാൻ ഈ തരുണത്തിൽ ഇന്നലെയും ഓർത്തു. ഇന്നലെ വായനാ ദിനമായിരുന്നു. ഇന്ന് ഞാൻ വീണ്ടും ഒന്നുകൂടി നിങ്ങളുടെ അറിവിലേക്ക് ഇനി ഓർക്കാനായി ഒന്നുകൂടി ഓർമ്മ കൊടുക്കുന്നു. ഈ പ്രതിമയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞത് ഇതുപോലെയുള്ള ഒരുപാട് നന്മ ആർന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ സ്വാതി തിരുനാൾ മഹാരാജാവിൽ നിന്നുണ്ടായ ഒരു കാലഘട്ടം നമുക്ക് ചരിത്ര അറിവ് മാത്രമായി ഒതുങ്ങിയിരിക്കുക. അനുഭവത്തിലേക്ക് ഒരുപക്ഷെ ഇവിടെ ഇപ്പോൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഇവിടെ പഠിപ്പിച്ച് റിട്ടയർ ചെയ്തു പോയ ഒരു വലിയ അധ്യാപക വൃന്ദം ഇവർക്കെല്ലാം ആ നന്മ തൊട്ടറിയാനും ഉപജീവനത്തിന് വേണ്ടി പോലും ഉപകരിക്കപ്പെടുന്നു എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. പക്ഷേ ആ മഹാനുഭാവൻ്റെ ഒരു പ്രതിമ പോലും കേരളത്തിൽ എവിടെയും ഇല്ല എന്ന പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു പ്രതിമ ഉണ്ടാവണമെന്ന് മനസ്സിൽ വിചാരിക്കുകയും അതിന് ഉള്ള നീക്കങ്ങൾ തുടങ്ങിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് അത്ര വലിയ കാശൊന്നുമല്ല എങ്കിലും ഇവിടുത്തെ അധ്യാപകരുടെയൊക്കെ ശമ്പളത്തിൽ നിന്ന് കൂടി 10,000 രൂപ വെച്ച് 30 പേർ ഇല്ല അവരുടെ പണം കൂടി ചേർത്താണ് ഈ പ്രതിമ ഇവിടെ സ്ഥാപിതമായിട്ടുള്ളത്. പക്ഷേ രാഷ്ട്രീയത്തിൻ്റെ ഒക്കെ ഒരു നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന രീതിക്കപ്പുറം നമുക്ക് അതിനകത്തൊരു സാന്നിധ്യം അറിയിക്കുന്ന തരത്തിൽ പോലും ഒരുപക്ഷെ ചില വിഷമതകളൊക്കെ ഉണ്ട്. അതൊക്കെ സ്വാർത്ഥമായ വിഷമതകൾ മാത്രമാണെന്ന് ഞാൻ ഇപ്പോഴും ഉറപ്പിച്ച് വിശ്വസിക്കുന്നു. ഇന്ന് ഇവിടെ വന്ന് ഒരു സ്മരണ, ഒരു സമർപ്പണത്തിൻ്റെ രൂപത്തിൽ അർപ്പിക്കാൻ സാധിക്കുന്നത് വരുന്ന തിങ്കളാഴ്ച ഇന്ത്യൻ പാർലമെൻറ്റിൽ എൻ്റെ രാഷ്ട്രീയ കക്ഷിയുടെ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ജനപ്രതിനിധി, ലോക്സഭാ പ്രതിനിധി എന്ന നിലയ്ക്ക് തിങ്കളാഴ്ച കാലത്തെപ്പോഴെങ്കിലുമായിരിക്കും ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അക്ഷരം